അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ശിഫ ഖുർആൻ തഫ്സീർ ക്ലാസിൻ്റെ 16-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൂറത്തുൽ മുൽക്കിൻ്റെ 16-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അഅമിൻതും മൻ ഫിസ്സമാഇ അയ്യഖസിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. അമിൻതും, അമിന എന്ന് പറഞ്ഞാൽ നിർഭയരായിരിക്കുക എന്നുള്ളതാണ്. അമിന, അമിൻതും, നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ, അഥവാ നിങ്ങൾ പേടിയില്ലാതിരിക്കുകയാണോ, ഭയമില്ലാതിരിക്കുകയാണോ? നിർഭയരായിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയമില്ലാതിരിക്കുകയാണോ? മൻ, ഒരുവനെക്കുറിച്ച്, ഫിസ്സമായി, ആകാശത്തിലുള്ള ഒരുവനെക്കുറിച്ച്, ആകാശത്തുള്ളവനെക്കുറിച്ച് നിങ്ങൾ പേടിയില്ലാതെ നിർഭയത്വത്തോടു കൂടെ ഇരിക്കുകയാണോ? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസപരമായ അടിസ്ഥാനം, ആകാശത്തിലുള്ളവൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു അടിമ സ്ത്രീ വന്നപ്പോൾ ആ അടിമ സ്ത്രീ വിശ്വാസിനിയാണോ ഈമാനുള്ളവളാണോ എന്ന് പരിശോധിക്കാൻ പ്രവാചകൻ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം ഐനല്ലാ, അല്ല എവിടെയാണ്? ആ സഹോദരി പറഞ്ഞു ഫിസ്സമ, ആകാശത്തിലാണ്. ആകാശത്തിലെന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങൾക്കും അപ്പുറത്ത്, 7 ആകാശങ്ങളുടെ മുകളിൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം പ്രവാചകൻ്റെ മന്നാന, ഞാൻ ആരാണ്? അൻത റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹിൻ്റെ പ്രവാചകനാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഅ്തിഖഹ, അവളെ മോചിപ്പിക്കുക, ഫഇന്നഹ മുഅ്മിന, അവൾ ആരാണ്? അവൾ മുഅ്മിനത്താണ്, ഈമാനുള്ളവരാണ്. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമാണ് അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലാണ് ഉള്ളത് എന്ന്. പലപ്പോഴും സാധാരണ മുസ്ലിം സഹോദരിമാർക്കിടയിൽ വരെ അള്ള എവിടെയെന്ന് ചോദിച്ചാൽ അള്ള എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന മറുപടി പറയാറുണ്ട്. ശരിക്ക് അത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയല്ല. അള്ളാഹുവിൻ്റെ അറിവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നോട്ടവും എല്ലായിടത്തുമുണ്ട്, അത് ശരിയാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല വഹുവ മഅക്കും, നിങ്ങളുടെ കൂടെ റബ്ബുണ്ട്, ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ സഹായവും നോട്ടമൊക്കെ നമ്മുടെ കൂടെയുണ്ട് എന്നർത്ഥത്തിലാണ്. അതല്ലാതെ അള്ളാഹുവിൻ്റെ സത്ത എവിടെയാണുള്ളത്, അള്ളാഹു എവിടെയാണുള്ളത് എന്ന് ചോദിച്ചാൽ അവൻ 7 ആകാശങ്ങൾക്കപ്പുറത്താണ്, മുകളിലാണ് അവൻ്റെ അർഷുള്ളത്, ആ അർഷിലാണ് റഹ്മാനായ റബ്ബുള്ളത് എന്നാണ് ഇസ്ലാമികമായ വിശ്വാസം. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ ആകാശത്തിലുള്ളവനെക്കുറിച്ച്, റഹ്മാനായ റബ്ബിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണ്, എന്ത് നിങ്ങൾക്ക് പേടിയില്ലാതിരിക്കുകയാണോ? അയ്യ ഹസിഫ ബിക്കുമുൽ അർള ഫഇദാ ഹിയ തമൂർ. അയ്യ ഹസിഫ ബിക്കും, നിങ്ങളെക്കൊണ്ട് ആഴ്ത്തിക്കളയുക. ഹസ്ഫ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിനാണ് പറയുന്നത്. അൽ അർള, നിങ്ങളെ ഭൂമിയിലേക്ക്, നിങ്ങളെയും കൊണ്ട് ഭൂമിയിലേക്ക് അള്ളാഹു നിങ്ങൾ ആഴ്ത്തിക്കളയുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഫഇദാ ഹിയ തമൂർ, അപ്പോൾ അത് എന്ന് പറയുന്നത് ഭൂമിയെക്കുറിച്ചാണ്. തമൂർ, മാറ യമൂറു, തമൂർ എന്ന് പറഞ്ഞാൽ ഇളകി മറിയുക എന്നുള്ളതാണ്. പ്രകമ്പനം കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആശയം. അഥവാ ഭൂമി പ്രകമ്പനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റഹ്മാനായ റബ്ബിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? മഹാനായ ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു വഹാദ തഹ്ദീദുൻ വവഈദുൻ ലിമൻ ഇസ്തമറ ഫീ തുഗ്യാനിഹി വതഅദ്ദിഹി വഇസ്യാനിഹി. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ധിക്കരിച്ചുകൊണ്ട് തോന്നിവാസങ്ങളിൽ നിലയുറപ്പിച്ച് അതിൽ തന്നെ തുടർന്നു പോകുന്ന ആളുകൾക്കുള്ള താക്കീതാണിത്.
അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷ അവർക്ക് ഇറങ്ങും. അതാണ് അള്ളാഹു ചോദിക്കുന്നത്. അമിൻതും മൻ ഫിസ്സമാ, ആകാശത്തിലുള്ളവനെക്കുറിച്ച് നിങ്ങൾ നിർഭരായിരിക്കുകയാണോ? വഹുവല്ലാഹു തആല അൽ ആലി അൽ ഖൽഖി, ആരാണ് ആകാശത്തുള്ളവൻ? അള്ളാഹുവാണ്. അൽ ആലി, അവൻ ഉന്നതനാണ്. അല ഖൽഖി, അവൻ്റെ സൃഷ്ടികളെക്കാൾ, സൃഷ്ടികളുടെ മുകളിൽ, അഥവാ 7 ആകാശങ്ങൾക്ക് മുകളിലാണ് റഹ്മാനായ റബ്ബുള്ളത്. അയ്യഖസിഫ ബിക്കുമുൽ അർള ഫഇദാ ഹിയ തമൂർ ബിക്കും വതദ്തരിബ് ഹത്താ തുത്ലിഫക്കും വതുഹ്ലികക്കും, നിങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളെ തകർത്ത് കളയുന്ന രീതിയിൽ ആ ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം എന്താണ്? ആകാശത്തുള്ളവൻ അഥവാ അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെപ്പറ്റി നിങ്ങൾ ഭയരഹിതരായിരിക്കുകയാണോ? പേടിയില്ലാതിരിക്കുകയാണോ? നിർഭയരായിരിക്കുകയാണോ? അപ്പോഴതാ അത് ഭൂമി പ്രകമ്പനം കൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായി കണക്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾ വീട്ടിലൊക്കെ ശാന്തമായിരിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി നമുക്ക് വാസയോഗ്യമാക്കി തന്നത് റഹ്മാനായ റബ്ബാണ്. അതേ റബ്ബിന് ഈ ഭൂമിയെ പിളർത്താനും ഈ ഭൂമിയെ ഇളകിമറിക്കാനും റഹ്മാനായ റബ്ബിന് അറിയും. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കഴിയും. എത്രയെത്ര വാർത്തകൾ, പ്രകമ്പനത്തിൻ്റെ, ഭൂമി കുലുക്കത്തിൻ്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് ഒരു അഹങ്കാരം വരാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അഹങ്കരിച്ച ആളുകളെ ഭൂമിയിലേക്ക് റഹ്മാനായ റബ്ബ് ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്. ഖാറൂൻ, എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാനിതൊക്കെ നേടിയതെന്ന് അവൻ നേടിയ അധികാരത്തെക്കുറിച്ച്, അവൻ നൽകിയ സമ്പത്തിനെക്കുറിച്ച് അവന് പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തെന്താ? ഫഖസഫ്ന ബിഹി വബിദാരിഹിൽ അർദ്, അവനെയും അവൻ്റെ വീടിനെയും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. ഇത് അല്ലാഹ് വെറുതെ പറയുന്നതല്ല, ആഴ്ത്തിക്കളഞ്ഞു. അഹങ്കരിച്ച ആളുകൾക്കുള്ള ശിക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനമാ റജുലുൻ യജുറു ഇസാറഹു മിനൽ ഖുയല ഖുസിഫ ബിഹി, മുൻഗാമികളിൽ ഒരാൾ അയാളുടെ വസ്ത്രം നിലത്തിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അഹങ്കാരത്തോടു കൂടെയാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഞാനൊക്കെ ഉഷാറാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഖുസിഫ ബിഹി, അയാളെ ഭൂമിയിലേക്ക് അല്ലാഹു ആഴ്ത്തിക്കളഞ്ഞു. ഫഹുവ യതജൽജലു ഫിൽ അർളി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അയാൾ ഭൂമിയിൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി പറയണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, അഹങ്കാരം എന്നുള്ളത്, നമുക്ക് അള്ളാഹു കുറച്ച് സൗന്ദര്യം തന്നാൽ, അള്ളാഹു നമുക്ക് കുറച്ച് സമ്പത്ത് തന്നാൽ, അള്ളാഹു നമുക്ക് ജീവിതത്തിൽ നല്ലൊരു വീട് തന്നാൽ, നല്ലൊരു ഭർത്താവിനെ തന്നാൽ, മക്കളെ തന്നാൽ, അവിടെയൊന്നും അഹങ്കാരം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയല്ല വേണ്ടത്. കൂടുതൽ വിനീതരാകുക. കാരണം അഹങ്കരിക്കാനുള്ള ആ ഒരു അവകാശം റഹ്മാനായ റബ്ബിന് മാത്രമാണുള്ളത്. അള്ളാഹുവിലേക്ക് മാത്രമേ അത് യോജിക്കുകയുള്ളൂ. കാരണം അവനാണ് റബ്ബ്, നമ്മളൊക്കെ ഇബാദുകളാണ്, നമ്മളൊക്കെ അടിയാറുകളാണ്. പിന്നെ എങ്ങനെ നമ്മൾ അഹങ്കരിക്കുക? അടുത്ത സെക്കൻഡിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒരു ചെറിയ സിസ്റ്റം അത് സ്റ്റക്കായി പോയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവിടെ എല്ലാവിധ അഹങ്കാരവും യഥാർത്ഥത്തിൽ ഇല്ലാതാകും. നമ്മുടെ കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ, നമ്മുടെ കേരളത്തിൽ കൊറോണ വ്യാപിച്ചപ്പോൾ എത്രത്തോളം നിസ്സഹായരായിട്ടാണ് നമ്മൾ മാറിയത്. മനുഷ്യനെത്ര നിസ്സാരനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അതുകൊണ്ട് അഹങ്കരിക്കാനുള്ള ഒരു മൈക്രോ സെക്കൻഡ് പോലും അഹങ്കരിക്കാനുള്ള അവകാശം നമുക്കില്ല. ഒരു ചെറിയ പോയിന്റിൽ വരെ അഹങ്കരിക്കാനുള്ള അവകാശം നമുക്കില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്, അടിയാത്തികളാണ് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതെങ്ങനെ നമ്മൾ ആക്ഷൻ സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരിക? നമ്മളെ തൗബ നമ്മൾ പുതുക്കുക, വിനീതരായി അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്യുക. നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ്, പാപങ്ങളിൽ അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്, ഞാനത് മാറ്റൂല
എന്ന് തീരുമാനിക്കുമ്പോഴാണ് പലപ്പോഴും ശിക്ഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിറങ്ങുന്നത്. അതുകൊണ്ട് പാപങ്ങളിൽ നിന്നും പൂർണ്ണമായി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാക്കുക. അതോടൊപ്പം പ്രഭാത പ്രദോഷത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലുക. എത്ര പ്രാർത്ഥനകൾ, പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ പലപ്പോഴും അള്ളാഹു സുരക്ഷിതത്വമാണ്, പ്രൊട്ടക്ഷനാണ് ഏറ്റവും കൂടുതൽ അതിൽ നമുക്ക് റിസൾട്ടായി പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരൊറ്റ ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി. അള്ളാഹുവേ, ഞാനിതാ സൗഖ്യത്തെ ദുനിയാവിലും ആഖിറത്തിലും നിന്നോട് ചോദിക്കുകയാണ്. അള്ളാഹുവേ, ഞാനിതാ വിട്ടുവീഴ്ചയെയും സൗഖ്യത്തെയും ഞാൻ ചോദിക്കുന്നു. ഫീ ദീനി, എൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ, വദുനിയായ ദുനിയാവിൻ്റെ വിഷയത്തിൽ, വഹ്ലി വമാലി, എൻ്റെ കുടുംബം, ആ കുടുംബം സംരക്ഷിക്കപ്പെടണം. എൻ്റെ ധനം, സമ്പത്ത്, അത് കൊള്ളയടിക്കപ്പെടാൻ പാടില്ല, അത് സംരക്ഷിക്കപ്പെടണം. എൻ്റെ ദുനിയാവ്, അതിൽ സൗഖ്യം കിട്ടണം. അല്ലാഹുമ്മസ്തുർ ഔറാത്തി വ ആമിൻ റൗആത്തി. അള്ളാഹുവേ, എൻ്റെ പേടി മാറ്റി നിർഭയത്ത് നൽകണേ റബ്ബേ. അള്ളാഹുവേ, എൻ്റെ ഔറത്ത്, എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെച്ച് തരണേ. പിന്നെ പറയുന്നത് എന്താ? അല്ലാഹുമ്മഹ്ഫദ്നി, അള്ളാഹുവേ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണേ. മിൻ ബൈനി യദയ്യ വ മിൻ ഖൽഫി, എൻ്റെ മുന്നിലൂടെ, എൻ്റെ പിന്നിലൂടെ, വ അൻ യമീനി, എൻ്റെ വലതുവശത്തുകൂടെ, വ അൻ ഷിമാലി, എൻ്റെ ഇടതുവശത്തുകൂടെ, വ മിൻ ഫൗഖി, എൻ്റെ മുകൾ വശത്തുകൂടെ. അങ്ങനെയൊക്കെ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു ശിക്ഷ വന്നിറങ്ങുന്നതിൽ നിന്നൊക്കെ അല്ലാഹുമ്മഹ്ഫദ്നി, എന്നെ നീ പ്രൊട്ടക്റ്റ് ചെയ്യണേ. എന്നിട്ട് അവസാനം പറഞ്ഞ വാചകം എന്താ? വ അഊദു ബിഅദമതിക അൻ ഉഖ്താല മിൻ തഹ്തി, താഴ്ഭാഗത്തുകൂടി ഞാൻ വഞ്ചിക്കപ്പെടുന്നതിൽ നിന്ന്, ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവേ നിൻ്റെ മഹത്വം മുൻനിർത്തി ഞാൻ അഭയം ചോദിക്കുന്നു, രക്ഷ തേടുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഒരു വാചകത്തെ വിശദീകരിക്കുന്നത് താഴ്ഭാഗത്ത് നിന്ന്, ഭൂമിയുടെ അടിയിൽ നിന്ന് ശിക്ഷ വരുന്നതിനെക്കുറിച്ചാണ് ഈ പരാമർശമെന്നാണ്. ഒരുപാട് ജനവിഭാഗങ്ങൾ ഭൂമിയിലേക്ക് അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്നും ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്, മനസ്സറിഞ്ഞ് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും മനസ്സറിഞ്ഞ് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.